ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നിത്യജീവനെ കുറിച്ച്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി കർത്തവ്യദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചിലർ അപ്പനെയും അമ്മയൊക്കെ വിട്ട് അവർ കടന്നു വന്നാൽ, ഈ ലോകത്തിൽ മറ്റുള്ളതെല്ലാം വിട്ടുകളഴിഞ്ഞാൽ അവർക്ക് അതിന് 100 മടങ്ങ് പ്രതിഫലം കൊടുക്കുമെന്നും അവർ നിത്യജീവനെ പ്രാപിക്കുമെന്നും നമ്മൾ വായിക്കുവാനിടയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാനിവിടെ പറയുന്നത് നിത്യജീവനെ അത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതായത് മാറ്റമില്ലാത്തൊരു ജീവൻ, മരണത്തിന് അപ്പുറമായുള്ള ഒരു ജീവിതം. മരണം എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. സമയം നിശ്ചയമല്ല, പക്ഷെ മരണം നിശ്ചയമാണ്. അത് ഏത് സമയത്തും ഏത് കുടുംബത്തിനും ഏത് വ്യക്തിയിലും ഏത് ജീവിതത്തിനകത്തും ക്ഷണിക്കാതെ കയറി വരുന്ന ഒരു അതിഥിയാണ് മരണമെന്ന് ഇന്ന് രാത്രി എനിക്ക് പറയുവാൻ കഴിയും. വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 22-ാമധ്യായം 16-ാമധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത പാതിൽ കൂടെ എനിക്കൊരു യാത്രയുണ്ടെന്ന് ഇയ്യോബ് പറഞ്ഞത് മരണത്തെ കുറിച്ച്. ഒരിക്കൽ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുന്നു, നിലത്ത് ഒഴിച്ചു കളഞ്ഞതും പിന്നെ ചേർക്കുവാൻ കഴിയാത്തതുമായ വെള്ളം പോലെയാണ് മരണമെന്ന് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിലത്തൊഴിച്ചു കഴിഞ്ഞ വെള്ളം പോലെ അതിനെ ചേർക്കാൻ കഴിയാത്തതുപോലെയാണ് മരണം. മരണം നിശ്ചയമാണ്, പക്ഷെ സമയം നിശ്ചയമല്ല. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയുവാൻ താല്പര്യപ്പെടുന്നത്. മരണത്തിനപ്പുറം ആർക്കാ ഈ ജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്? ആരാണ് ഇതിന് അവകാശികളാകുന്നത്? അതാ ഇന്ന് രാത്രി ഞങ്ങൾ പറയുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ഈ രാത്രി ഞങ്ങൾ ഈ യോഗത്തിൽ ഇവിടെ പന്തൽ കെട്ടി ഇവിടെ മൈക്ക് സെറ്റ് വെച്ചിങ്ങനെ ഞങ്ങളുടെ പണത്തിന്റെ കുന്തളിപ്പ് കൊണ്ട് ഞങ്ങൾ ഇത് നടത്തുന്നതല്ല. പകരം ആയിരക്കണക്കിന് ദൈവമക്കൾ നരകത്തിലൂടെ പോകരുത്, നിത്യരക്ഷ ന്യായവിധിയിൽ അകപ്പെടാതെ നിത്യരക്ഷയിൽ എത്തണമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തൊണ്ട തുറന്ന് പാടുവാനും തൊണ്ട തുറന്ന് ആരാധിക്കുവാനും തൊണ്ട തുറന്ന് പ്രസംഗിക്കുന്നതിന് കാരണം ഒന്നേയുള്ളൂ, കർത്താവിന്റെ സന്നിധിയിൽ നിത്യ യുഗായുഗം വാഴുവാൻ കഴിയുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ആ ഒരു പ്രത്യാശ അകത്ത് വ്യാപരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു പള്ളിയിൽ അംഗമായതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കത്തില്ല, ഒരു കൂട്ടായ്മയിൽ പോയതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കത്തില്ല, ഈ 12 കീഴിൽ ഇരുന്നത് കൊണ്ട് നിത്യജീവൻ പ്രാപിക്കത്തില്ല, നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് കാണിക്ക കൊടുത്തതുകൊണ്ടോ സ്തോത്ര കാഴ്ച കൊടുത്തതുകൊണ്ടോ പാടിയതുകൊണ്ടോ നിത്യജീവൻ പ്രാപിക്കത്തില്ല. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് പറയുവാൻ ഇന്ന് രാത്രി ദൈവം എന്നെ അധികാരപ്പെടുത്തിയത്.